വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. കാരണം സ്വന്തമായിട്ടൊരു ഡ്രോൺ എന്ന് പറഞ്ഞത് എൻ്റെ സ്വപ്നമാണ്. അതേതായാലും പൂവണിഞ്ഞു. അപ്പം ആ ഡ്രോണിൻ്റെ അൺബോക്സ് വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഡ്രോണിവിടെ എടുക്ക്. മാഷാ അല്ലാ, അത് നമ്മളെ ഡ്രോണ് DJI Neo 2 പുതിയ വേർഷനാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ ചെറിയ ബ്ലോഗേഴ്സിനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങാൻ പറ്റിയ സാധനമാണ് ഇത് കേട്ടോ. 4K HD ക്യാമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അൺബോക്സ് ചെയ്യാം. അടുത്ത ടാപ്പായതുകൊണ്ട്, കമ്പനി ടാപ്പായതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്യാൻ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് നീച്ചിക്കൂടെ. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോയിട്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ മാഷാ അല്ലാ, ഇതിവിടെ പിടിച്ചോ കുട്ടി, മോളെ പിടിച്ചോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എടുക്കാൻ പോകുന്നത് ഒരു കിറ്റ് തന്നെയാണ്. അപ്പോൾ കിറ്റിൽ എന്താ അവിടെ നിന്ന് അവിടെ വെച്ചോ, ബോക്സ് ഇട്ടോ, പിടിച്ചെടുക്കോട്ടാ. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ടൂളും കാര്യങ്ങളാണ്. അതിൻ്റെ ലീഫാണിത്, ഡ്രോണിൻ്റെ ലീഫ്. ഒരു 4 സ്പെയർ ലീഫ് ഉണ്ടാവും കേട്ടോ. അത് എക്സ്ട്രാ നമുക്ക് പ്രോപ്പർലി കൊടുക്കാനുള്ളതാണ്. പിന്നെ അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ, ലീഫും കാര്യങ്ങളും മാറ്റാനുള്ള സ്ക്രൂ ഡ്രൈവർ. പിന്നെ അതിൻ്റെ ചാർജിങ് കേബിൾ C ടൈപ്പാണ്. പിന്നെ ഐഫോൺ ആണെന്നെങ്കിൽ അത് വേറെ ഉണ്ടാവും C ടൈപ്പിൻ്റെത്. ഇത് നമ്മളെ RCയും ഡ്രോണായിട്ട് കണക്ട് ചെയ്യാനുള്ള കണക്ടറാണ് കേട്ടോ. അത് C ടൈപ്പുള്ള. പിന്നെ ഇപ്പം എന്താ ഉള്ളത്, പിന്നെ അതിൻ്റെ വാറൻറ്റി പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. DJIൻ്റെ വാറൻറ്റി പേപ്പറും പുതിയ പീസായതുകൊണ്ട്. പിന്നെ അപ്പോൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് RC ആണ് കേട്ടോ, റിമോട്ട് കൺട്രോളാണ്. അപ്പം RCനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ഒരുപാട് എന്താ പറയുക ഫീച്ചേഴ്സുള്ള RC ആണിത്. അപ്പം ഇവിടെയാണ് നമ്മൾ ഡ്രോൺ കൺട്രോൾ വരുന്നത്. ഡ്രോൺ കൺട്രോൾ തന്നെ ജോൺ സ്റ്റിക്ക് എന്ന് പറയും. അത് ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ. ഇതാണ് സാധനം, ജോൺ സ്റ്റിക്ക്. ഓക്കെ, പിന്നെ ഈ വരുന്നത് ചാർജിങ് പോർട്ടാണ്, C പിന്നാണ് വരിക, ചാർജിങ് പോർട്ട്. ഇത് പിന്നെ 3 ബട്ടൺ ഉണ്ട് ഇവിടെ. C ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. C നോർമലി, S. അപ്പോൾ C എന്നത് സിനിമാറ്റിക് മോഡലാണ്, മറ്റേ വെർട്ടിക്കലി, പിന്നെ നോർമലി സ്പോർട്സ് മോഡൽ. പിന്നെ ഇത് വരുന്നത് ഡ്രോണ് പിന്നെ എങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഡ്രോണ് നമ്മളിപ്പോൾ ഒരു 3 കിലോമീറ്റർ അകലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ അമർത്തിയാൽ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ട് ഡ്രോൺ തിരിച്ചെത്തും. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് ഒരു സ്വിച്ച് ഉണ്ട് നിങ്ങൾ. ഇത് ഇത് എടുക്കാനുണ്ട്, ക്യാമറ സൂമിങ് ആണ്. ഇവിടെ വരുന്നത് ക്യാമറേൻ്റെ ഇന്നും ഔട്ടാണ്, മേലോട്ട് പൊന്തിക്കാനും താഴോട്ട് ഇതാക്കാനും. ഇത് വരുന്നത് ക്യാമറ വീഡിയോ മേലേക്ക് പൊന്തിക്കുമ്പോൾ ഇത് ഈ ബട്ടൺ അമർത്തിയാൽ ഫോട്ടോ എടുക്കും. ഇതാക്കിയാലും എന്ത് ചെയ്യുക, ഇത് വീഡിയോ ഓൺ ആവും കേട്ടോ. പിന്നെ ഇതിന് LCD ടൈപ്പല്ല വരുന്നത്. നമ്മൾ നമ്മൾ നോർമൽ ടൈപ്പ് ഡ്രോണാണ് വാങ്ങിയത്. ഇതിന് നേരെ മുന്തിയ ടൈപ്പിന് 1-1.5 ലക്ഷം റുപ്യ വില ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്ര റേഞ്ചുള്ള വേണ്ട. നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമുക്ക് ഒതുങ്ങിയൊരു റേറ്റുകളുടെ ഡ്രോണാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിന് LCD ഉണ്ടോ ചോദിക്കും. അപ്പോൾ LCD ഇതിന് പകരം നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ മൊബൈലാണ് വെക്കുക. മൊബൈൽ ഇത് ഇങ്ങനെ കണക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ വയറുണ്ടാവും. ഇതാണ് ഇതിൻ്റെ കണക്ടർ. ഇത് പിടിച്ച മോളെ, ഇതാണ് മൊബൈൽ കണക്ടർ. ഇത് ഐഫോണിൻ്റെ പിന്നാണ്. ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യൽ. അപ്പോൾ C പിൻ ഇവിടെ വേറെ ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. ഇത് C പിന്നാണിത്. ആ C പിൻ ഇവിടെ കുത്തിയാൽ മതി. C പിൻ കുത്തുക, ഫോൺ ഇവിടെ കണക്ട് ചെയ്യുക. ഫോൺ കണക്റ്റായി ഇതിവിടെ മൊബൈൽ മൂലം കണക്റ്റ് ആക്കുക. ഓക്കെ, വരുന്നത് 3 ബാറ്ററിയാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് വിത്ത് പവർ ബാങ്ക് ടൈപ്പാണ്. ഇവിടെ ചാർജ് ചെയ്താൽ മതി, 3ഉം ഒരുമിച്ച് ചാർജ് ആവും. ഇതിൽ ചാർജ് ഉണ്ടോ ഇല്ല എന്നറിയാനും വേണ്ടി നമുക്ക് ഈ ബട്ടൺ അമർത്തിയാൽ ഇതിപ്പോൾ 3 ഫുള്ളാണ്. ഗ്രീൻ ലൈറ്റ് കത്തുന്നില്ല, ഇല്ല. കയറുമ്പോൾ ഓരോന്ന് ഇങ്ങനെ കയറിങ്ങനെ പോകും. 1.5 മണിക്കൂർ ഏകദേശം ടൈം കുടിക്കും 3 ചാർജ് ആകാൻ. അതൊക്കെ പൊട്ടും. മാഷാ അല്ലാ, ഇതാണ് നമ്മളെ ഡ്രോൺ, കാത്തിരുന്ന നമ്മുടെ ഡ്രോൺ DJI Neo 2. കാഴ്ചപ്പാടുള്ള ആൾ കുഞ്ഞനാണ് കേട്ടോ. ഇതാണോ ഡ്രോണ് ചോദിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, ചോദിക്കണ്ട. അപ്പം ഈ 2 കൊമ്പെന്താ നിങ്ങൾ ചോദിക്കേണ്ട, സംശയമുള്ളവർ ചോദിക്കണം. ഇത് അതിൻ്റെ കൺട്രോളാണ്, GPS കൺട്രോളാണത്. ഇത് DJI Neo 2 മാത്രം വരണതാണ്. DJI Neoക്ക് ഈ ഫീച്ചേഴ്സ് വരുന്നില്ല. പിന്നെ ഇവിടെ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മേലെയുള്ള സെൻസറാണ്, ഇത് താഴെയുള്ള സെൻസറാണ്. ഈ പോർട്ട് ബാറ്ററി ഇവിടെ വെച്ചാൽ
ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പോർട്ടബിളാണിത്. ഇതൊക്കെ സെൻസറാണ്. ഇതിൻ്റെ എയർ 3 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ലീഫാണ് വരിക. അപ്പോൾ ലീഫോടെ തട്ടിയാൽ ഡ്രോണ് നേരെ എന്ത് ചെയ്യുക, സ്കിഡായി താഴെ പോകും. അപ്പോൾ ഇതിനാ പ്രശ്നം വരില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കാർഡാണ് ഇതിന് പറയാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്യാമാണിത്. ഇതിൻ്റെ ക്യാമറൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയാണ് ഈ ഒരു കവർ കൊടുക്കുന്നത് കേട്ടോ. ഇതാണിത് 4K ആണ് ക്യാമറ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത സ്മൂത്തിങ് ആണിത്. നമ്മളിനി എങ്ങനെ ആക്കിയാലും ഇത് ആ ക്യാമറ ആ ലെവലിൽ നിൽക്കുള്ളൂ. അതായത് അത്രയും സ്മൂത്തായിട്ടാണ് ഈ ക്യാമറ വർക്ക് ചെയ്യുക. ഇതുമെല്ലാം കളിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതാണ് സംഗതി. അതൊന്ന് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് ചിലപ്പോൾ അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അങ്ങനത്തെ റെഡ് സോൺ ഏരിയയിലൊന്നും ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് കർശനമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. GPS ഉണ്ടായതുകൊണ്ട് നമുക്ക് അലാറം വരും. അഥവാ ഫ്ലൈ ചെയ്താൽ ജാമിങ് ആയി സാധനം അങ്ങോട്ട് പോകും. പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ അതിനാരും നിൽക്കരുത്. കാലിക്കറ്റ് എയർപോർട്ടായാലും പിന്നെ മിലിറ്ററി ക്യാമ്പ് അങ്ങനത്തെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമ്മളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഇതിൽ നമുക്ക് മെസ്സേജ് വരും, ഡ്രോൺ പൊന്തൂല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ഓണാക്കി വെക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ അറിയോ, അതിന് ബാറ്ററി ഇടണം. ഓക്കെ, എടുക്കുക, ഫസ്റ്റ് ബാറ്ററി എടുക്കുക. അപ്പോൾ അത് ഫുൾ ചാർജാണ് ഇതിലുള്ളത്. അപ്പോൾ അതിനെ എടുക്കാം. ഏകദേശം ഒരു 20-30 മിനിറ്റ് ബാറ്ററി കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതിന് ബാറ്ററി ഇടുന്നതാണ്. ഓക്കെ, സാധനം ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ RCൻ്റെ ജോയിൻസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ കേട്ടോ. ഇതിങ്ങനെ ഊരാണ്ട് ഇതിങ്ങനെ ചെയ്യലാണ് കേട്ടോ. ടൈറ്റയിലാണ്. അപ്പോൾ അതും ഓക്കെ. അതിന് മുന്നേ നമുക്ക് ഫോണിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. DJI ഫ്ലൈ എന്ന് പറഞ്ഞുള്ള ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഓൾറെഡി ഞാൻ എന്നോ ആക്കി വെച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ അതിൻ്റെ വീഡിയോയും റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കലുണ്ട്. അപ്പോൾ നമുക്ക് DJI നിയോ ഫ്ലൈ എന്ന് പറഞ്ഞതിൻ്റെ ആപ്പ് ഇതാ ഞാനിതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാണ്. ആ ആപ്പ് നേരെ തുറക്കുക. അത് തുറന്നാൽ ഇങ്ങനെ വരും. അതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അത് തുറന്ന് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ വരും, കണക്ട് ടു ഗൈഡ് RC കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഡ്രോണാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രോണിൻ്റെ ബട്ടൺ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്രസ്സും രണ്ടാമത്തെ ഡബിൾ പ്രസ് ചെയ്താലാണ് ഇത് ഓൺ ആവുള്ളൂ. ആദ്യം പ്രസ്, രണ്ടാമത് ലോങ് പ്രസ് ചെയ്താലേ ഇത് ഡ്രോൺ ഓൺ ആവുള്ളൂ. ഓണായാൽ ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ അവർ ജർക്കിങ് വരും. ഇപ്പോൾ ഡ്രോൺ ഓക്കെയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് RC റിമോട്ട് ഓൺ ആക്കുക. റിമോട്ട് അതേ സെയിം സാധനം തന്നെ, ഫസ്റ്റ് ഒരു ബട്ടന് പിന്നെ ലോങ് പ്രസ്. അപ്പോൾ റിമോട്ട് ഓക്കെ, ലൈറ്റ് ഇൻഡിക്കേറ്റർ വെച്ച്. ഇനി അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു. ഇനി ഇതിൻ്റെ ഗോ ടു ഫ്ലൈ പറഞ്ഞാണ്ടുള്ള ഇതൊക്കെ വന്നു. ഇപ്പോൾ ഡ്രോൺ സംഗതി ഓണായി, ഡിസ്പ്ലേ ആയി. ഇനി ഇവിടെ കാണുന്ന നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ റെഡ് ആരോ മാർക്ക് കാണുന്നുണ്ടോ അറിയില്ല, റെഡ് കാണിക്കുന്നുണ്ട്. ഈ GPS ഓണാക്കിയിട്ട് നമ്മൾ വൈഫൈ ഓണാക്കിയിട്ട് ഈ റെഡ് ഉള്ളത് വൈറ്റ് ആണ്. എന്നാലും നമ്മൾ ഈ RC ഫോണിട്ട് GPS കണക്റ്റ് ആയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡ്രോണ് പൊന്തിക്കാം. പക്ഷെ എന്താ വെച്ചാൽ ഡ്രോൺ ഒരു പരിധി വിട്ടാൽ നമുക്ക് എന്താ പറയുക, ഡ്രോൺ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം വെച്ചാൽ GPS കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഡ്രോണ് ടാറ്റ ബൈ ഹത്തം മുഖയാറിനാണ്ട് മൂപ്പര് പോണ വയ്ക്കാണ്ട് പോവും. നമ്മളവിടെ കുത്തണം നുളച്ചേണ്ടി വരും. അപ്പം GPS ഇത് ഓണാക്കാതെ ഇത് വൈറ്റാതെ ഒരിക്കലും എന്ത് ചെയ്യുക, ഈ ഫ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ബാറ്ററി സൈക്കിൾ ഇതാ 99% ഉണ്ട്. അത് എത്രത്തോളം അങ്ങ് ചാർജ് ചെയ്യുന്ന അത്രത്തോളം ഓൺ ആയിക്കണം, എത്രത്തോളം അങ്ങ് കുറയിട്ടോ. 25-30 മിനിറ്റാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൽ റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഗൂഗിൾ മാപ്പ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഡ്രോൺ നിൽക്കുന്ന ഏരിയയാണിത്. ഷിഫ്ന ഇവൻറ്റ് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ, വീട്ടിലാണുള്ളത്. ലൊക്കേഷൻ വരുന്നുണ്ടല്ലേ. പിന്നെ അത് ബാക്ക് അടിച്ചാൽ നമുക്കിതാ ഇത് ഹോമിൽ ഗോ ടു ഫ്ലൈ എന്ന് അടിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ സംഗതി ഡ്രോൺ ഓണായിന്. അപ്പോൾ നെറ്റ്വർക്ക് ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഇത് ഓണാണില്ല. അപ്പോൾ ഇതാണ് സംഗതി. ഇതാണ്ടേ ഇത് മോളിതാ കളിച്ചു ഇതുവാ ഇങ്ങോട്ടേക്കാ. ഇതാണ് ഇത് നമ്മളെ ക്യാമറമാൻ, ഇത് നമ്മളിതും. ഓക്കെ, അപ്പോൾ സംഗതി ഡ്രോൺ ഓണായിന്. ഇതിന് ഫ്ലൈ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ക്യാമറ, ഡ്രോണിൻ്റെ ക്യാമറ. ഇതാണ് സാധനം. മാഷാ അല്ലാ നല്ല ക്ലാരിറ്റി ആട്ടോ, പിക്ചർ ക്ലാരിറ്റിയാണ്. 4K അല്ല സാധനം കിടക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം
നമ്മൾ സാധനം ഒന്ന് പൊന്തിച്ച് നോക്കാം കേട്ടോ, കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ക്യാമറമാനാണ് കാണിക്കുന്നത്. ഇങ്ങനെ വെച്ചത് കയ്യിലേക്ക് ഇവിടെ ഇങ്ങനെ 2 കൈയുണ്ട്, ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. അപ്പം നമുക്ക് ഡ്രോണ് ഫ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം മോളടുത്താണ് സാധനം ഉള്ളത്. ഇത് ഫ്ലൈ ആയാൽ അതിൻ്റെ ലീഫ് കറങ്ങും. അപ്പോൾ എങ്ങനെ ഇത് ഓൺ ആക്കരുതെന്ന് വെച്ചാൽ ഈ 2 ജോയിൻ സ്റ്റിക്ക് നേരെ താഴോട്ട് വയ്ക്കുക. അപ്പോൾ ഓക്കെ, ഡ്രോൺ സ്റ്റാർട്ടായി. ഇതണ്ടില്ലേ, കാട്ടി കൊടുക്കുക, ഇങ്ങോട്ട് ക്യാമറ വാ. ഡ്രോൺ സ്റ്റാർട്ടായി. ഡ്രോൺ അവളെ കയ്യിലുള്ളത്. ലീഫ് ഉണ്ട് ഞങ്ങൾ കറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഓക്കെ. പക്ഷേ ഇതിൽ ഒറ്റ മിനിറ്റ്, ഇതിൽ വേറെ മെസ്സേജ് വന്നിണ്. എയർക്രാഫ്റ്റിൻ്റെ മെസ്സേജ് വന്നിന്. കാലിക്കറ്റ് എയർപോർട്ട് നോട്ട് ഫ്ലൈ എന്ന് പറഞ്ഞത്. അതായത് ഡ്രോൺ പൊന്തിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് 3 മീറ്റർ വരെ പൊന്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് സീനാണ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാം കേട്ടോ. ഇതവിടെ നിന്ന് പൊന്തിച്ചു തരാം. ജസ്റ്റ് പൊന്തിക്കണോളേ. മറിക്ക് പെണ്ണെ, പൊന്തണില്ല സാധനം. ഇതുണ്ട് നിങ്ങൾ ഇതാ, എയർക്രാഫ്റ്റ് എൻ്റർപ്രൈസ് ദ റെക്കോർഡ് ഓട്ടോ ലോഞ്ചിങ്. അതായത് 94% ഇത് അവിടെ കിടക്കുകയാണിത്. അതിൻ്റെ മേലേക്ക് പൊന്തണില്ല. അപ്പോൾ നമ്മളിത് വെറുതെ പറയില്ല, ഈ സംഗതി വെറുതെ കഴിഞ്ഞില്ലേ, വെറുതെ പറയുന്ന സംഗതിയല്ല. GPS-ൻ്റെ കണക്ഷൻ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വരണതാണല്ലേ. ഇതങ്ങൾ നോക്കിയാൽ മെസ്സേജ് അങ്ങനെ വരണേ. അപ്പം നമുക്ക് താത്ത ആ കൈ വെച്ചാണ്ട് ഇതാക്കണം. മോളെ കയ്യിൽ അടിയിൽ കൈ വെച്ചു കൊടുത്താ, കൈ വെച്ചു കൊടുത്താൽ സാധനം അവിടെ ലാൻഡ് ചെയ്യും. പൊതുക്കെ ഇനി തീരെ ഓണാക്കാൻ പറ്റൂല. ഒറ്റ മിനിറ്റ്, ഇപ്പം പാപ്പ പിടിക്കാം. കണ്ടോളി. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇനി ഒരിക്കലും പൊന്തിക്കാൻ പറ്റില്ല. അത് നമ്മളെ വീടും കാലിക്കറ്റ് എയർപോർട്ടായിട്ട് വലിയ മാറ്റമില്ല. മേലേപ്പറമ്പാണ്, നമ്മൾ ചിറൽച്ചുങ്കത്ത് അടുത്താണ്. അപ്പോൾ വലിയൊരു മാറ്റം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ 2 കിലോമീറ്റർ ഉള്ളൂ. നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ എൻഡിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. 2 കിലോമീറ്റർ ഉണ്ടാവില്ല, 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്ഥലമായതുകൊണ്ടാണ് പൊന്തിക്കാൻ പറ്റാത്തത്. ഇനി നമുക്ക് ഒന്നെങ്കിൽ മിനിയൂട്ടി പോകണം, അല്ലെങ്കിൽ ചെരുപ്പടി പോകണം. ചെരുപ്പടിയിൽ പ്രയാസകരം, ഹൈറ്റ് പോകുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവില്ല. ഇനി നമുക്ക് നോക്കട്ടെ, ഇതിൻ്റെ വേറെ ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഫ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ എന്തായാലും നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന വീഡിയോയുമായി ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ച്. ഓക്കെ, ടാറ്റാ, ബൈ.